അവനടിച്ചിട്ടുണ്ട് കേട്ടോ. മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുളം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറെ നാളെ ഒരു കുളം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. നമ്മുടെ വീഡിയോകളിലൂടെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചായിരുന്നു, ചെറിയൊരു അപ്ഡേഷനും തന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇന്ന് മൊത്തം പണിയും തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ടാർപ്പായി ഇടുക, മീനുകൾ ഇടുക, ടാർപ്പായി വിരിക്കുക, മീനുകൾ ഇടുക, അത്രേ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ കാഴ്ച അതൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നേരെ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അലിഗേറ്റർ കാറിനെ ഫീഡ് ചെയ്യണം, റെഡ് ടെയിൽ കാറ്റ്ഫിഷിന്റെ വെള്ളം ഒന്ന് മാറ്റും കേട്ടോ. അപ്പൊ അവന്റെ ടാങ്കിന് ജസ്റ്റ് ഒരു ചെറിയൊരു ക്ലിപ്പാണ് അത്, നിങ്ങൾ ജസ്റ്റ് കണ്ടിട്ട് പോവാ. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ, അതായത് കുളം നന്നാകുന്ന പഴയ വീഡിയോ നമ്മുടെ ഇതിന് ഡിലീറ്റ് ആയി പോയിരിക്കും കേട്ടോ. അപ്പൊ അത് ഒന്ന് നിങ്ങളൊന്ന് ക്ഷമിക്കണം. കാരണം നമ്മുടെ കയ്യിൽ സ്റ്റോറേജിൽ ഉണ്ടായിരുന്നതാണ്, പക്ഷെ നമ്മളിപ്പോ നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ അതൊരു ചെറിയൊരു സങ്കടമാണ്. അപ്പൊ നമ്മള് ബാക്കി കുറച്ച് നമ്മുടെ കുളത്തിന്റെ എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് ടാർപ്പായി വെച്ച് മീനുകൾ ഇടാം കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ആ ഫീഡിങ്ങിലേക്ക് പോകാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഇന്ന് അലിഗേറ്റർകാർ ഫീഡ് ചെയ്യുന്നത് നമ്മുടെ ഗോൾഡ് ഫിഷിനെ കേട്ടോ. ഇവിടെ പറഞ്ഞ ചത്ത് കിടന്നായിരുന്നു. അപ്പൊ അവനെയാണ് നമ്മള് നമ്മുടെ അലിഗേറ്റർകാർ ഇവിടെ ഉണ്ട്. അധികം ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ അവൻ പേടിച്ചു കൂട്ടോ. അപ്പൊ പയ്യതേ വരുന്നുണ്ട്. അവൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അവൻ അടിപൊളിയായിട്ട് ഫീഡ് ഒക്കെ എടുക്കുന്നുണ്ട്. അവൻ നല്ല രീതിയിൽ ഫീഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും വലുപ്പമുള്ള, അത്യാവശ്യം വലുപ്പമുള്ള ഗോൾഡ് ഫിഷിനെ അത് അവൻ അകത്താക്കിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ കാണാം മാക്സിമം ഞാൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അവൻ അകത്താക്കിയിട്ടുണ്ട്. അവൻ്റെ ചെകിട നല്ല രീതിയിൽ വീർത്തായിരിക്കുന്നത്. അവൻ അവിടെ ഇട്ട് ക്രഷ് ചെയ്തിട്ടാണ് അവൻ്റെ വയറ്റിലേക്ക് പയ്യെ ഇറക്കി വിടുന്നത്. അപ്പോൾ അതേ കണ്ടല്ലോ, അവനിപ്പോൾ 2 നേരമാണ് ഫീഡ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഫുഡൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഈ തൽക്കാലം ഈ ടാങ്കിൽ കിടന്നോളും. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവനെ ഒന്ന് മാറ്റാം. അവൻ്റെ വലിപ്പം വെക്കുന്നതിൻ്റെ അനുസരിച്ച് കേട്ടോ. പുതിയ ടാങ്കുകളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പോയിട്ട് ഫ്രണ്ട്സ്, നമ്മുടെ കുളത്തിൻ്റെ പണി ഏറെക്കുറെ മൊത്തം തീർന്നുണ്ട്. ഇനി ടാർപ്പായി വിരിച്ചാൽ മാത്രം മതി. ഇത് നമ്മളൊരു കവറിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. ഇതൊന്ന് മാറ്റി കാണിച്ചു തരാം. ഇതിന് അത്യാവശ്യം കണ്ടല്ലോ, അത്യാവശ്യം എന്തോരം താഴ്ചയുണ്ടെന്ന് നിങ്ങൾ നോക്കുക. 2-3 ദിവസമായിട്ട് ഇവിടെ മഴയായിരുന്നതേ നമ്മൾ പറഞ്ഞായിരുന്നു. മണ്ണൊക്കെ ഒലിച്ച് ചാടി, അതൊക്കെ മൊത്തം നമ്മൾ ഇങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ തെങ്ങും കുറ്റിയായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത്. നമ്മൾ പണിയെടുത്തിട്ട് ബാക്കി നമ്മുടെ കൊട്ടയൊന്നും കഴുകി വെച്ചില്ല, കഴുകിയൊന്നും വെക്കണം. അപ്പോൾ ഈ തെങ്ങും കുറ്റിയായിരുന്നു ഇവിടെ. ഇത് നമ്മൾ മൊത്തം വെട്ടി നിരത്തി നമ്മൾ 1 മാസത്തെ കഷ്ടപ്പാടാട്ടോ. ഇവിടെ മൊത്തം 1 മാസത്തെ കഷ്ടപ്പാടാണ് നിങ്ങളീ കാണുന്നത്. അതായത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പയ്യെ ഇറങ്ങാം കേട്ടോ. ജസ്റ്റ് അത്യാവശ്യം താഴ്ചയുണ്ട് കേട്ടോ. ഇതൊന്ന് ശരിക്കും വിരിക്കണം. ശരിക്കും വിരിച്ചിട്ട് വേണം നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിലായിട്ട് കുളം കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ടാർപ്പായി വിരിക്കണം, മീനുകൾ ഇടണം കേട്ടോ. അപ്പോൾ ആ കാഴ്ചയിലേക്ക് നേരെ പോകാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ പടുത മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് വിരിക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വിരിച്ചിട്ട് കാണാം. അതായിരിക്കും നമ്മളിത് ഒരു അത്യാവശ്യം ഒരു ഇതിൽ വിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ കുളത്തിൽ ഇറങ്ങിയിട്ട് നമ്മൾ പടുതയൊക്കെ സെറ്റ് ചെയ്യുന്ന കേട്ടോ. ഫ്രണ്ട്സ്, അങ്ങനെ താർപ്പായൊക്കെ വിരിച്ചിട്ട് നമ്മൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. കുളത്തിലേക്ക് ഇറങ്ങി ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നിറയണതിനനുസരിച്ച് ഇങ്ങനെ വലിച്ച് കൊടുത്തിട്ട് നമുക്ക് മേളിൽ സെറ്റാക്കണം. ഈ ടാർപ്പായ അടിപൊളിയാണ്. 15 അടിയാണ് ഈ ടാർപ്പായുടെ നീളവും വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ച് നാളിന് ശേഷം ഈ കുളം ഒന്ന് വലുതാക്കണം എന്ന് വിചാരിച്ചാൽ കൂടിയും ഈ ടാർപ്പായ മതിയാവും. വേറെ ടാർപ്പായ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല. കാരണം കേട്ടോ, ഇനിയും ബാക്കി എടുക്കുക, ഇവിടെയും ബാക്കിയുണ്ട് അത്യാവശ്യം. അപ്പോൾ ഒരു കുഴപ്പമില്ല. ഇത് ഇങ്ങോട്ട് മേളിലേക്ക് കയറ്റി വെച്ച കാരണം അവിടുന്ന് മഴ പെയ്യുമ്പോൾ ശരിക്കും ചെളി ഇതിൻ്റെ അകത്തേക്ക് ഇറങ്ങും. അത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അവിടെ കുറച്ച് കല്ല് വെച്ചിട്ട് നമ്മൾ ഇച്ചിരി പൊക്കി വെക്കുന്ന കേട്ടോ. ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കല്ല് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് ഒന്ന് സെറ്റ് ചെയ്യാനാണ് നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. അവിടുന്ന് മണ്ണിയാടും. അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ വെള്ളം നിറഞ്ഞ് മൊത്തം വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അവിടെ പൊക്കം കൂടുതൽ, ഇവിടെ പൊക്കം കുറവായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കല്ലും നമ്മുടെ ഈ തെങ്ങ് വെട്ടിയതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് വെച്ച് നമ്മളിത്
അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഇച്ചിരി പൊക്കം കൂട്ടിയേക്കുവാണ്, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മളിവിടെ മൊത്തം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇവിടേക്കടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ തെങ്ങും തടിയുണ്ട്, ഇവിടെ 2 കട്ടയുണ്ട് അതുപോലെ. അങ്ങനെ നമ്മളിത് ഇനി വെള്ളം നിറയ്ക്കാൻ പോവാണ്. അപ്പോൾ അത്യാവശ്യം ഒരു ലെവലായിരിക്കും. അപ്പോൾ നമുക്ക് അടിപൊളിയാക്കി ഇനി ഈ വെള്ളം മൊത്തം നിറച്ചിട്ട് നമ്മൾ ഇന്ന് മീൻ ഇടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മടുത്ത്, സത്യം പറഞ്ഞാൽ മടുത്തു എന്ന് പറഞ്ഞാൽ ശരിക്കും മടുത്തിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ സമയം ഏറെക്കുറെ 11 മണി. നല്ല വെയിലാട്ടോ, നല്ല വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ പണി മൊത്തം വെള്ളം നിറച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് മീൻ ഇടുന്നത്. അതിപ്പോൾ രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വെള്ളം മൊത്തം നിറച്ച് വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അതിൻ്റെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് ബാക്കിയൊന്ന് നിറച്ചൊന്ന് മൊത്തം ഒന്ന് ക്ലിയർ ആക്കി വരാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കുളത്തിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ച് മണ്ണ് ഉള്ളിലേക്ക് വെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ കാരണം ഇവിടെ തട്ട് പോലെ ഇല്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് മണ്ണൊലിക്കാത്ത രീതിയിലാക്കിക്കോളാം. അത് ഒരു കുഴപ്പമില്ല, മണ്ണൊന്നും ഒലിച്ചു പോല. അപ്പോൾ ഇതിന് നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നത് നമ്മളൊരു കുളം ഉണ്ടാക്കുന്നത്. നമ്മൾ മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ കുളം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യമാണെങ്കിലും ശ്രമിച്ചാൽ അച്ചീവ് ചെയ്യാൻ പറ്റൂട്ടോ. അപ്പോൾ നമ്മളിത് മൊത്തം ഫൈനലി നമ്മുടെ കുളം പണിത് സെറ്റപ്പാക്കി വെള്ളമൊക്കെ നിറച്ച് നമ്മൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടി. അപ്പോൾ അത് മാത്രം പോരാ, റിസൾട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പോരാത്തതിന് ഈ വീഡിയോക്ക് നല്ല ലൈക്കും കൂടി തന്നിട്ടോ നമ്മുടെ എഫേർട്ടിന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണ പരിപാടിയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ ശരിക്കും മടുത്തിട്ടോ. ശരിക്കും മടുത്തെന്ന് പറഞ്ഞാൽ ശരിക്കും മടുത്തു. കാരണം നമ്മൾ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കുളം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പൊ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലത്തിന് വേണ്ടി നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ എഫേർട്ട് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളാണ് നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. അപ്പൊ നിങ്ങൾ വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ടാർപ്പായ കുളം, നമ്മുടെ അടിപൊളി കുളം വളരെ ചെലവ് ചുരുങ്ങിയ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ആ തെങ്ങുംകുഴി മൊത്തം ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തൊരു കുളം ഉണ്ടാക്കുകയാണ് ചെയ്ത്. കൂടുതൽ അപ്ഡേഷന് കുറെ മീനുകളൊക്കെ ഇനി അതിന്റെ അകത്തേക്ക് മേടിച്ചിരുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ചെയ്യാട്ടോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾ അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.